ഒരു പൊതുപരിപാടിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിലൂടെ തന്റെ സർജറിയെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് നടി നവ്യ നായർ. നവ്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മുൻപ് അപ്പൻഡിസിസ് ആയിട്ടാണ് ഞാൻ ആശുപത്രിയിലേക്ക് എത്തിയത്. എന്നാൽ എനിക്ക് വളരെയധികം പേടിയായിരുന്നു അതിൻ്റെ ചികിത്സാ രീതികളൊക്കെ തന്നെയും. പ്രത്യേകിച്ച് സൂചി എനിക്ക് പണ്ട് മുതൽക്കേ വലിയ പേടിയുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. പിന്നീട് ഞാൻ എറണാകുളത്തെ ഒരു ആശുപത്രിയിലേക്ക് എത്തി. അവരോട് ഞാൻ അങ്ങോട്ട് തന്നെ പറയുകയായിരുന്നു, സൂചിയൊന്നും വേണ്ട, ആൻറ്റിബയോട്ടിക് എന്തെങ്കിലും മതിയെന്ന്. എൻ്റെ BP ലോ ആവുന്നത് കണ്ട് ഡോക്ടർ എന്നെ ഒരുപാട് സമാധാനിപ്പിച്ചു. ശേഷം ഒരു ചെറിയ ഇഞ്ചക്ഷൻ നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയപ്പോൾ ഞാൻ നഴ്സിനോട് ചോദിച്ചു, ഇതെന്തിനുള്ള ഇഞ്ചക്ഷനാണെന്ന്. നഴ്സിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇത് അനസ്തേഷ്യയ്ക്കുള്ള ഇഞ്ചക്ഷനാണ് എന്ന്. അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് സംഭവിച്ചത് തന്നെ അറിഞ്ഞത്. അങ്ങനെ ഡോക്ടർ അന്ന് എന്നെ ചതിച്ചു എന്നാണ് നടി നവ്യ നായർ തമാശയോടെ പറഞ്ഞത്. എന്നാൽ ഡോക്ടർ അന്ന് ചതിച്ചത് എനിക്ക് നല്ലത് മാത്രമേ വരുത്തിയിട്ടുള്ളൂ എന്നും 14 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്തത് ഡോക്ടർ അന്ന് എന്നെ ചതിച്ചതുകൊണ്ടാണ് എന്നും നവ്യ കൂട്ടിച്ചേർത്തു. നിരവധി പേരാണ് നവ്യയ്ക്ക് ആശ്വാസവാക്കുകൾ നൽകിക്കൊണ്ടും രംഗത്തെത്തിയത്. പേടിയൊക്കെ മറന്ന് അന്ന് ആ സർജറിക്ക് തയ്യാറായതുകൊണ്ട് പിന്നീട് ഒരിക്കലും ആ ഒരു പ്രശ്നം നേരിടേണ്ടി വരുന്നിട്ടില്ല എന്ന് തന്നെയാണ് നവ്യ കൂട്ടിച്ചേർത്തത്. മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയാണ് നവ്യ നായർ. നന്ദനം എന്ന സിനിമയിലൂടെ പൃഥ്വിരാജിൻ്റെ നായികയായിക്കൊണ്ടാണ് നവ്യ നായർ അഭിനയ രംഗത്തേക്ക് ചുവട് വച്ചത്. അഭിനയത്തിലും നൃത്തത്തിലും സജീവമായ നവ്യ ഇന്നും അഭിനയ രംഗത്ത് വളരെയധികം സജീവമാണ്.